ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി. ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി. സപ്തമ സർഗം ഗാർഹസ്ഥ്യധർമ്മം ആണ് ഇനി ഗുരു പറയുന്നത്. കസ്മൈചിത് വചസാ ദത്താം നാന്യസ്മൈ വിതരേത് വധൂം വ്യതിക്രമേ ധർമ്മഭംഗഃ തേന ദുർഗതിമാപ്നുയാത്. വജസ്സ വാക്കാല്, കസ്മൈചിത് ആർക്കെങ്കിലും, ദത്താം കൊടുക്കപ്പെട്ട വധുവിനെ, അന്യസ്മൈ ന വിതരേത് അന്യന് കൊടുക്കരുത്. ഒരിക്കൽ വാക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വേറെ ആൾക്ക് കൊടുക്കരുത്. വേറെ ആൾ കൂടുതൽ പൈസ തരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈസ കൊടുക്കാം, അല്ലെങ്കിൽ സമ്പത്തുള്ള ഒരു വീട് കാണുമ്പോൾ നമ്മുടെ വാക്ക് മാറും. ഗുരു പറയുന്നത് അധർമ്മമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടിക്ക് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു, അന്ന് തന്നെ കല്യാണം നടത്താൻ കഴിയില്ലല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കല്യാണം നടത്താമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ വേറെ ഒരാൾ, സമ്പന്നൻ അമേരിക്കക്കാരൻ, നല്ല പഠിപ്പ്, അന്വേഷിച്ചു വന്നപ്പോൾ നമ്മുടെ ഭാവം മാറി. നമ്മൾ ഉടനടി അയാൾക്ക് കൊടുക്കാമെന്ന് പറയും, മറ്റാളോട് പറഞ്ഞ വാക്ക് പാലിക്കാതെ പോകും. അങ്ങനെ ചെയ്യരുത്. വ്യതിക്രമേ, ഈ പറഞ്ഞ വാക്കിന് വ്യത്യാസം വന്നാൽ ധർമ്മഭംഗമാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ ധർമ്മം ആചരിക്കുന്ന ഗാർഹസ്ഥ്യ ജീവിതത്തിൽ അത്തരം വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. ആ വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ജീവിതം മുഴുവനും ഇതിൻ്റെ ഒരു വാക്ക് തെറ്റിച്ച് ധർമ്മഭംഗം ഉണ്ടാക്കിയതിൻ്റെ പാപബോധം ആ കുടുംബത്തെ ബാധിക്കും. തേന, അതുകൊണ്ട് ദുർഗതിമാപ്നുയാത്, ദുർഗതിയെ പ്രാപിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ പല ജീവിതത്തിലും നമ്മൾ കാണാറുണ്ട്, പല ദുഃഖങ്ങളും പല ഗാർഹസ്ഥ്യ ജീവിതത്തിലും പ്രതീക്ഷിക്കാതെ വരുന്നത്. അപ്പോൾ അവരുടെ പൂർവ്വ ചരിത്രം എപ്പോഴും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദുഃഖം വരുന്നത്, വിഷമം വരുന്നത്, വേദനകൾ വരുന്നത്? വേദനകളൊന്നും ആകസ്മികമേ അല്ല. എല്ലാ വേദനകളും നമ്മളുടെ കർമ്മങ്ങളിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലാതെ വേദനകൾ വരികയില്ല. വേദനകളെല്ലാം തന്നെ പൂർവകർമ്മജങ്ങളാണ്. അപ്പോൾ പൂർവകർമ്മജങ്ങൾ നമ്മൾ ഓർക്കുന്നില്ല എന്ന് മാത്രം. ചിലരാകട്ടെ പൂർവകർമ്മങ്ങളെ നല്ലവണ്ണം ഓർത്ത് എവിടെയൊക്കെയാണോ തിരുത്തൽ വേണ്ടത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരുത്തേണ്ടതാകുന്നു. അതിനെയാണ് ഭാരതത്തിൽ കർമ്മത്തിൽ തന്നെ തിരുത്താനുള്ള മനസ്സ് വരുമ്പോൾ അതിനെ പശ്ചാത്താപം എന്ന് പറയും. ഈ പശ്ചാത്താപം എന്നത്, പശ്ചാത്തെന്ന് വെച്ചാൽ പിന്നീട്, അതായത് ഒരിക്കൽ നമ്മൾ ചെയ്ത ധർമ്മഭംഗം കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളത് തിരിച്ചറിഞ്ഞാൽ പശ്ചാത്താപം. പശ്ചാത്തെന്ന് വെച്ചാൽ പിന്നീട്, താപം എന്ന് പറഞ്ഞാൽ അത് ഉരുക്കിക്കളയാം. തപിക്കുക എന്ന് പറഞ്ഞാൽ വേദനിച്ചിട്ട് അതങ്ങ് കഴുകിക്കളയണം. ആ കഴുകിക്കളയൽ പ്രക്രിയ, പശ്ചാത്തപിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സുഖം നൽകുന്നതാണ്. അപ്പോൾ പശ്ചാത്താപ കർമ്മങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഒന്ന്, താൻ എപ്പോഴും ശരിയാണെന്ന് ശഠിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവരുടെ ഭാഗം എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഞാനെന്ന വ്യക്തി പെർഫെക്റ്റ് ആണ്, വേറൊരാൾ ഇംപെർഫെക്റ്റ് ആണ്, അപൂർണനാണ്, ഞാൻ പൂർണ്ണനാണെന്ന് വിചാരിക്കുന്നതിന് പകരം ധർമ്മമാണോ അധർമ്മമാണോ അതെന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ധർമ്മനിഷ്ഠമാണോ അധർമ്മത്തിൽ അധിഷ്ഠിതമാണോ എന്ന് ചിന്തിച്ച് നോക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടാണ് കർമ്മത്തെ വിലയിരുത്തേണ്ടത്. അല്ലാതെ ഞാൻ തെറ്റ് ചെയ്യുകയില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും തെറ്റ് ചെയ്യുകയില്ല എന്നൊക്കെ ചിലർ പറയും. പക്ഷേ
ധർമ്മത്തെക്കുറിച്ച് ബോധം വരുംതോറും നമുക്ക് നമ്മളിലെ തെറ്റുകളെ തിരിച്ചറിയാൻ കഴിയും. ആ ബോധം വരണം, ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മമെന്ന്. അതുകൊണ്ട് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ധർമ്മബോധം വളർത്തിയെടുത്തിട്ടുള്ളൊരു വ്യക്തിക്ക് ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അധർമ്മത്തെ ഒഴിവാക്കിക്കൊണ്ട് വളരെ സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. അവർക്ക് സന്യാസ ആശ്രമം പിന്നീട് വളരെ അടുത്തായിരിക്കും. സന്യാസത്തിലെ ബന്ധന വിമുക്തമായ ജീവിതവും അവർക്ക് ലഭിക്കും. ഇവിടെ വധുവിനെ കൊടുക്കുന്ന കാര്യത്തിൽ ആണ് പറയുന്നത്, അത് ക്രയവിക്രയമാക്കാതെ എപ്പോഴും മക്കൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്, സന്തോഷത്തോടു കൂടിയിട്ട്. കുഷ്ഠക്ഷയ ശ്വാസകാസ ഹൃദ്രോഗൈർനിസ്വദാദിഭിഃ പീഡിതാനൈവ കുർവീരൻ ഉദ്വാഹം തു കദാചന. കുഷ്ഠക്ഷയ ശ്വാസകാസ ഹൃദ്രോഗൈർനിസ്വദാദിഭിഃ. കുഷ്ഠം, ക്ഷയം, ശ്വാസം, കാസം, ചുമ, ഹൃദ്രോഗങ്ങൾ, ദാരിദ്ര്യം മുതലായവകളാൽ പീഡിതാഹാതു പീഡിതന്മാരായ ജനങ്ങളാകട്ടെ കദാചന ഒരിക്കലും ഉദ്വാഹം വിവാഹം നൈവ കുർവീരൻ ചെയ്യരുത് എന്നാണ് ഗുരു പറയുന്നത്. പലപ്പോഴും നമ്മൾ വഞ്ചന കാണിക്കും ചില ആളുകൾ. ചില രോഗങ്ങൾ കൂടുതൽ തീവ്രമായി തീരുകയും ആ രോഗങ്ങൾ സന്തതികളിലേക്ക് സംക്രമിക്കുകയും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ജീവിതം കെടുത്തിക്കളയുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് കുഷ്ഠം എന്നത് ആദ്യകാലത്ത് മിക്ക ആളുകളിലും ഉണ്ടായിരുന്നു, അത് മാറാത്ത ഒരു രോഗമായിരുന്നു. അതുപോലെ ക്ഷയം, അതും ഇപ്പോഴൊക്കെ ആരോഗ്യകരമായ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ചില അസുഖങ്ങൾ മാറാവുന്നതാണ്, മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് പറയാൻ കാരണം നാം പണ്ട് കാലത്ത് ഒന്നും തന്നെ ആരും വേറൊരാളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഗുരു പറയുന്നു, നാം ജാതകം നോക്കുന്നതിനേക്കാളും അത്യാവശ്യം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരസ്പരം കൈമാറണം, സർട്ടിഫൈഡ് ആയിട്ട്. ആധുനിക ലോകത്ത് പലയിടങ്ങളിലും യാത്ര ചെയ്യുന്ന പുരുഷനും സ്ത്രീയും അവർ ഏതെങ്കിലും വിധത്തിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ അവർക്ക് സംക്രമിക്കാനിടയുണ്ട്. രക്തം കുത്തിവെക്കുന്ന സിറിഞ്ച് ഒന്ന് മാറിപ്പോയാൽ മതി. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ സന്തതികൾക്കതുണ്ടാകും. അതുപോലെ തന്നെ അത് ഒരു സാംക്രമികത സ്വഭാവമുള്ള രോഗമാണ്. ആ സാംക്രമിക സ്വഭാവമുള്ള രോഗങ്ങൾ ഒന്നും തന്നെ ആ വ്യക്തികൾ ഒരിക്കലും വേറൊരു വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് ഗുരു പറയുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അവർ മാത്രം അനുഭവിക്കേണ്ട ആ പ്രാരബ്ധം അവരിൽ തന്നെ ഒതുങ്ങാം. വേറൊരാൾക്കത് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ അധർമ്മമാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഹൃദ്രോഗം, ഇന്നിപ്പോൾ ഹൃദ്രോഗം എന്ന് പറയുന്നത് മാറുന്നതാണ്. ഒരു വിധമൊക്കെ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അത്രയും വൈദ്യശാസ്ത്രം വികസിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് പലതും മാറ്റിയെടുക്കുക. ദാരിദ്ര്യം ഇന്ന് ഒരു രോഗമല്ല, ദാരിദ്ര്യം ഒരു പ്രശ്നമല്ല. ഇന്ന് ധനമില്ലാത്ത ഒരാൾ നാളെ ധനമുള്ളവനായിട്ട് തീരും. വിദ്യാഭ്യാസമുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ധനം ആർജിക്കാനുള്ള ഒരുപാട് ഉപായങ്ങളൊന്നുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് പണ്ടത്തെ പോലെ ദാരിദ്ര്യത്തിൻ്റെ തനിക്ക് പോലും അന്നം കണ്ടെത്താൻ കഴിയാത്ത ഒരുവന് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ അവളും നരകിക്കും, അവളുടെ കുടുംബവും നരകിക്കും. മുമ്പത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പർച്യൂണിറ്റീസ്
അവസരങ്ങൾ അനവധിയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് വരാം. ഒരു ജോലി കിട്ടിയാൽ തന്നെ, നല്ലൊരു വിദ്യാഭ്യാസം ലഭിച്ച് നല്ലൊരു ജോലി കിട്ടിയാൽ തന്നെ 6 മാസത്തിനുള്ളിൽ ഒരാൾക്ക് സമ്പന്നനാകാം. അതേപോലെയുള്ള വരുമാനങ്ങൾ ഇന്നുണ്ട്, ഉപായങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ചില രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, മാറാരോഗങ്ങൾ, അത്തരം രോഗങ്ങളുള്ള വ്യക്തികൾക്ക് നിങ്ങൾ സ്വയം വിവാഹം കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതിൽ ഈ കാലഘട്ടത്തിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ. അപ്പോൾ അത്തരം രോഗങ്ങളുള്ള വ്യക്തികൾ ഒരു കുടുംബത്തെ നശിപ്പിച്ച് കളയരുത് എന്ന് ഗുരു പറയുന്നു. അപ്പോൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇനി വരുന്ന കാലത്ത് ഒത്തിരി ആവശ്യമാണ്. ഇന്നും ചില സ്ഥലങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറണമെങ്കിൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കണം. ചില ആശ്രമങ്ങളിലൊക്കെ ഉണ്ട് അങ്ങനെ. ചില കോഴ്സുകൾക്ക് ചേരണമെങ്കിൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണം. അവിടെ നിന്ന് നമ്മൾ ഒരു നല്ല ഡോക്ടർ അവിടെ ഉണ്ടായിരിക്കും. ആ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് സർട്ടിഫൈ ചെയ്യണം. രോഗങ്ങൾ, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അദ്ദേഹം സർട്ടിഫൈ ചെയ്യും ഇദ്ദേഹം എയ്ഡ്സ് ബാധിതനല്ല എന്നുള്ളത്. കാരണം കൂട്ടായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് അത്തരം രോഗങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഒരു മുഴുവൻ ജനതയെയും അത് നശിപ്പിക്കും. ഇന്നൊരു രാഷ്ട്രത്തിലേക്ക് പോകണമെങ്കിൽ, വേറൊരു രാഷ്ട്രത്തിലേക്ക് പോകണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടതുണ്ട്. അത്തരം ലോകമാണ് ഇന്നത്തേത് എന്ന് പറയാം. അപ്പോൾ ഗുരു പറയുന്നത് തത്വപരമായിട്ട് വളരെ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. ദമ്പത്യോരധകസ്യാപി രോഗസംക്രമികോ യദി ത്യാജ്യാ നിധുവനാകാംക്ഷ ലോകക്ഷേമ ചികീർഷയാ. അഥ വിവാഹത്തിന് ശേഷം ദമ്പത്യോഹോ ഭാര്യാഭർത്താക്കന്മാരിൽ കസ്യാപി ആർക്കെങ്കിലും യതി സാംക്രമിക രോഗ പകർച്ചവ്യാധി ഉണ്ടാകുകയാണെങ്കിൽ ലോകക്ഷേമ ചികീർഷയ ലോകക്ഷേമത്തെ കരുതിയിട്ട് നിധുവനാകാംക്ഷ ത്യാജ്യ സ്ത്രീ സംഘം അല്ലെങ്കിൽ അവരുടെ ബന്ധം, സെക്ഷൽ റിലേഷൻഷിപ്പ് അവരുപേക്ഷിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അതായത് സാംക്രമിക രോഗം ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞിനും അത് ഉണ്ടാകും, ആ സുഖം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അവർ വിവാഹശേഷമാണ് ഇത് അറിയുന്നതെങ്കിൽ പോലും ധർമ്മബോധമുള്ള ആള് പ്രജോത്പാദനം ചെയ്യരുത്. മാത്രമല്ല ആ രോഗം പുരുഷനുണ്ടെങ്കിൽ സ്ത്രീയിലേക്ക് സംക്രമിപ്പിക്കരുത്, സ്ത്രീക്കുണ്ടെങ്കിൽ പുരുഷനിലേക്കും സംക്രമിപ്പിക്കരുത്. അപ്പൊ ഇവിടെ ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തെ സുഖത്തിന് വേണ്ടിയിട്ട് വേറൊരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ, നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുത് എന്ന് തന്നെയാണ് ഗുരു പറയുന്നത്. നമ്മുടെ സുഖം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വേറൊരുവന്റെ സുഖം നഷ്ടപ്പെടുത്തരുത്, ഒരു ജീവിതം നഷ്ടപ്പെടുത്തരുത്. അതാണ് അടിസ്ഥാനം. അത് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നുണ്ട്. നമ്മുടെ പ്രിയം വേറൊരുവന്റെ പ്രിയമാകുന്ന രീതിയിൽ പ്രവർത്തിക്കണം, വേറൊരുവന്റെ പ്രിയം നമ്മുടെ പ്രിയമാകുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അങ്ങനെ പ്രിയങ്ങളെ ഏകീകരിക്കാൻ കഴിയുന്ന ഒരു ധാർമ്മിക ബോധമാണ് ഗുരു കൂടുതലും എടുത്തു പറയുന്നത്. വിവാഹശേഷം, വിവാഹത്തിന് മുമ്പ് ഉള്ള ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആധുനിക കാലത്തും പ്രസക്തിയുള്ളതാണ്. 185 പഞ്ചകേ ദ്വേ ധർമ്മശുദ്ധ്യോ അനുതിഷ്ഠേത് സദാ ഗൃഹേ തഥാ പഞ്ചമഹായജ്ഞാൻ അതർക്കിത ഫലാവഹാൻ. പഞ്ചകേ ദ്വേ ധർമ്മ 5 ധർമ്മങ്ങളെയും 5 ശുദ്ധികളെയും ഗൃഹസ്ഥാശ്രമി സദാ എപ്പോഴും അനുതിഷ്ഠേത്. 5 പഞ്ചധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു, പഞ്ചശുദ്ധികളെക്കുറിച്ച് ഗുരു മുമ്പ് പറഞ്ഞിട്ടുണ്ട്.
പഞ്ചധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അസത്യം പറയരുത്. ഇതാണ് പഞ്ചധർമ്മങ്ങൾ. അത് ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കണം. അതുപോലെ പഞ്ചശുദ്ധികളിൽ മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, വാക്ശുദ്ധി, കായശുദ്ധി, ഗൃഹശുദ്ധി, ഈ 5 ശുദ്ധികളും ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കണം. അതുപോലെ തന്നെ പഞ്ചമഹായജ്ഞങ്ങളും അനുഷ്ഠിക്കണം. പഞ്ചമഹായജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു തീർന്നിട്ടില്ല, പറയാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് പഞ്ചമഹായജ്ഞം? ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ടത്. ഇത്രയും നമ്മൾ കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളുടെ പൂർവകാല ജീവിതത്തിൽ ഈ അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയിരുന്നെങ്കിൽ ഗാർഹസ്ഥ്യ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ കഴിയുമായിരുന്നേനെ. ഈ ശ്രീനാരായണ ധർമ്മം വിവാഹത്തിന് മുമ്പ് പഠിക്കാൻ കഴിയായിരുന്നെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഒത്തിരി മൂല്യങ്ങൾ ആദ്യമേ തന്നെ പരിപാലിക്കുവാൻ കഴിയുമായിരുന്നേനെ. അതിലൂടെ പ്രജോത്പാദനം മെച്ചപ്പെടുത്താം. കുട്ടികൾക്ക് ധാർമ്മികമായ മൂല്യങ്ങൾ ആദ്യകാലത്ത് തന്നെ കൊടുക്കാൻ കഴിയുമായിരുന്നേനെ. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഓടിച്ചെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ വിപരീത ഫലമുണ്ടാക്കും. കാരണം അവർ നിങ്ങളുടെ ശത്രുവായിട്ട് തീരും. നിങ്ങൾ അവരെ മുമ്പ് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പൊടുന്നനെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണ് കുട്ടികൾ നമ്മൾ പുതിയ അറിവുകളുമായിട്ട് ചെല്ലുമ്പോൾ സ്വീകരിക്കാതിരിക്കുന്നത്. ആദ്യമേ അവര് അച്ഛനും അമ്മയും ഒരു ധർമ്മ വ്യവസ്ഥിതിയിൽ അത് അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ് അച്ഛനെയും അമ്മയെയും അവർ ഒരു മോഡലായിട്ട്, മാതൃകയായിട്ട് എടുക്കുന്നത്, ഒരു ഹീറോ ആയിട്ട് എടുക്കുന്നത്. എൻ്റെ അച്ഛൻ എൻ്റെ ഹീറോ, എൻ്റെ അമ്മ എൻ്റെ ഹീറോയിൻ എന്ന് പറയുന്ന ഒരു മാതൃക ഉണ്ടായി വരണം. അത് അച്ഛനും അമ്മയും ആ ധർമ്മം പരിപാലിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് 5 ധർമ്മങ്ങളും 5 ശുദ്ധികളും ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കണം. അതർക്കിത ഫലവത്തുക്കളായ 5 മഹായാഗങ്ങളെ അനുഷ്ഠിക്കുകയും വേണം. മഹായജ്ഞങ്ങളെയും അനുഷ്ഠിക്കണം.